ക്വിസ് ഗണിത ക്വിസിന് പങ്കെടുക്കുന്ന കുട്ടികൾ ഇത് നോക്കാതെ പോകരുത് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം -1/47 -1/17 ലഘൂകരിച്ചാൽ കിട്ടുന്നത് ഡാഷ് 0 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. രണ്ടാമത്തെ ചോദ്യം -101 എത്ര വലുതാണ് -1? കുറച്ചാൽ മതി 100 ആൻസർ കിട്ടും. ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത 7 പേർ പരസ്പരം ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. ആകെ എത്ര ഷേക്ക് ഹാൻഡ് നടന്നു? 21 ഷേക്ക് ഹാൻഡ്. അതായത് 7 എണ്ണത്തെ 2 വീതമുള്ള ഗ്രൂപ്പുകളാക്കിയാൽ നമുക്ക് ഉത്തരം കണ്ടെത്താം. നാലാമത്തെ ചോദ്യം 1 - 1/2 × 1/3 -1/4 -1/7 വില എന്ത്? ഇങ്ങനെയുള്ള ഭിന്നസംഖ്യകളിൽ ഗുണിക്കാൻ വരുമ്പോഴും നമുക്ക് ആൻസർ അവസാന സംഖ്യയിലെ ഭിന്നകം, അതായത് ഭിന്നസംഖ്യ ഏതാണ്? 1 - 1/7 ഭിന്നസംഖ്യയാണ് അതിൻ്റെ ആൻസർ. 1/7 ആണ് ആൻസർ. അവസാന ബ്രാക്കറ്റിലെ ഭിന്നകമായിരിക്കും ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം 3 - 3 - 3 4 - 4 - 4 4 5 - 5 - 5 5 എന്നീ സംഖ്യകളുടെ വിൽക്രമം എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽസ് തുക എന്ത്? അപ്പം റെസിപ്രോക്കൽ 3ന്റെ റെസിപ്രോക്കൽ 1/3, 4ന്റെ 1/4, 5ന്റെ 1/5. 3 ഉണ്ട്. അപ്പം 1/3 + 1/3 + 1/3 3/3 1 എന്ന് കിട്ടും. അത് കണക്ക് 4 5 എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 1 + 1 + 1 3 എന്ന് 3 ആൻസർ കിട്ടും. അടുത്ത ചോദ്യം ഒരു AP-യുടെ 7ാം പദം 17ഉം 17ാം പദം 7ഉം ആയാൽ 24ാം പദം ഡാഷ് ആയിരിക്കും. 7 17 17 7 ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ 17 7 24 ആവുന്നു. 0 ആയിരിക്കും ഉത്തരം. ഏഴാമത്തെ ചോദ്യം √2x - 1/3 2x - 1/3 ആയാൽ എക്സിന്റെ പരമാവധി വില ഡാഷ് ആയിരിക്കും. അതായത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് 2/3 എന്നായിരിക്കും. 53ന്റെ 2 വർഗ്ഗങ്ങളിലെ വ്യത്യാസമായി എഴുതുക. 53നെ നമുക്ക് 27² - 26² എന്ന് എഴുതാം. 27² - 26² പറയുമ്പോൾ a² - b², a + b × a - b എന്ന രൂപത്തിൽ നമുക്ക് കിട്ടുമ്പോൾ ഇതിൻ്റെ ഉത്തരം 53 തന്നെയായിരിക്കും. അടുത്ത 9ാമത്തെ ചോദ്യം √2n = 64 ആയാൽ n എത്ര? ആൻസർ 12 ആണ്. അപ്പോൾ √212 എന്ന് പറയുന്നത് 2/6, 2/6 എന്ന് പറയുന്നത് 64. 10ാമത്തെ ചോദ്യം 4² = 3² + 7, 5² = 4² + 9 ആയാൽ 100² എത്ര? 100² എന്ന് പറയുമ്പോൾ 99, 100 ൽ നിന്ന് 1 കുറവ് 99² + 199. അടുത്തത് പാറ്റേൺ ആണ്. ഒന്നാമത്തെ വരിയിൽ 1, രണ്ടാമത്തെ വരിയിൽ 2 സംഖ്യ, മൂന്നാമത്തെ വരിയിൽ 3, നാലാമത്തെ വരിയിൽ 4. അങ്ങനെയാണെങ്കിൽ 5ാമത്തെ വരിയിൽ എത്ര സംഖ്യകളുണ്ടായിരിക്കും? 5 സംഖ്യകളുണ്ടായിരിക്കും. പക്ഷേ ഒന്നാമത്തെ വരിയിൽ 1ന്റെ ക്യൂബ്, രണ്ടാമത്തെ വരിയിൽ എന്ന് പറഞ്ഞാൽ 2ന്റെ ക്യൂബ്. അങ്ങനെയാണെങ്കിൽ 5ാമത്തെ വരിയിലെ സംഖ്യകളുടെ തുക 5³ അതായത് 125 ആയിരിക്കും. 12ാമത്തെ ചോദ്യം x² - 2x - 5 - 1 = 0 എന്ന സമവാക്യത്തിന്റെ മൂല്യങ്ങളാകാവുന്ന വിലകൾ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. 1 1 1 - 1 -1 1 1 0. ഇതിൽ നമുക്ക് 1 0 കൊടുത്താലാണ് ഈ സമവാക്യം ശരിയാവുക. എക്സിന് 1 കൊടുക്കുക, വൈക്ക് 0 കൊടുക്കുക. അപ്പോഴേ നമ്മുടെ ഉത്തരം ശരിയായിട്ട് വരും. അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യം ഡാഷ് ഒരു സാമാന്തരികമല്ല. 13ാമത്തെ ചോദ്യം സാമാന്തരികം എന്ന് പറഞ്ഞാൽ പാരലോഗ്രാം. അതിൽ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് സമയതരം, ചതുരം, സമഭുജ സാമാന്തരിക, ലംബകം. ലംബകമാണ് ഉത്തരം, ട്രപ്പീസിയം. ബാക്കിയെല്ലാം നമുക്ക് സാമാന്തരികമാണെന്ന് പ്രൂവ് ചെയ്യാൻ, തെളിയിക്കാൻ പറ്റും. അടുത്ത 14ാമത്തെ ചോദ്യം ഇതാണ്ട് 2 ലൈൻ L and M ഇവ സമാന്തര രേഖകളാണ്. ചിത്രത്തിൽ ഏത് ജോഡി കോണുകളാണ് 180 ഡിഗ്രി തുകയായി വരുന്നത്? ആൻസർ തന്നിട്ടുണ്ട്. 1 3 നമുക്ക് മാർക്ക് ചെയ്തിരിക്കുകയാണ്. 1 3 പിന്നെന്താണ് 3 3 5 1 5 1 2. ഇതിൽ ആൻസർ 1 2 ആണ്. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം 10 സെന്റിമീറ്റർ ഉന്നതിയുള്ള ഒരു ക്യൂബിന്റെ ഉപരിതല പരപ്പളവ്, അതായത് 6a², അതായത് 600 എന്ന് കിട്ടും. 6 × 10 × 10 6a² 600. 1/50 0.02 ആയാൽ 1/50,000 എത്ര? നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ
നമുക്ക് ലഘൂകരിക്കുമ്പോൾ 1/4 ഉത്തരം കിട്ടും. 17ാമത്തെ ചോദ്യം 10 + 12 + 14 + ഡാഷ് ഡാഷ് + 98/15 + 18 + 21 + ഡാഷ് ഡാഷ് + 147 ലഘൂകരിച്ച രൂപം. ഇതിൽ നമുക്ക് ഒന്നാമത്തേന്ന് 2 പൊതുഘടകം എടുക്കാം. 2 പൊതുഘടകം എടുക്കുമ്പോൾ നമുക്ക് 5 + 6 എന്ന് ബ്രാക്കറ്റിൽ കിട്ടും 49 വരെ. താഴത്തേന്ന് 3 പൊതുഘടകം എടുക്കുമ്പോൾ നമുക്ക് 5 + 6 ഇത് രണ്ടും കട്ട് ചെയ്ത് പോകുമ്പോൾ ആൻസർ 2/3. 18ാമത്തെ ചോദ്യം 1 മുതൽ 1000 വരെയുള്ള സംഖ്യകളിൽ ക്യൂബ്സ് എത്രയുണ്ട്? എത്ര ക്യൂബ്സ് ഉണ്ട്? അതായത് ആൻസർ 10. 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ആണ്. അപ്പം 10 എണ്ണം ഉണ്ടെന്ന് അർത്ഥം. 19ാമത്തെ ചോദ്യം 1/a + 1/b = 1/c ആയാൽ a/b/a + bയുടെ വില എന്ത്? ആൻസർ സി ആണ്. അതാണ്ട് ഇത് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് a + b/ab = 1/c എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ ചോദിച്ചിരിക്കുന്നത്. ആൻസർ സി ആയിരിക്കും. 20ാമത്തെ ചോദ്യം x² - 5x + 7 = അതിൻ്റെ ഫാക്ടേഴ്സ് ആണ് തന്നിരിക്കുന്നത്. x - 3 × x - 2 + k അയാൾ കെയുടെ വില എന്ത്? ഇവിടെ നോക്കിക്കേ, -3 -2 ഇവിടെ കൂട്ടാം. 3 2 6. ഇവിടെ 7 ആണ് തന്നിരിക്കുക. അപ്പോൾ കെയുടെ വില എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് വേണം ക്വിസ് പ്രോഗ്രാമിന്, അതായത് ക്വിസ് മത്സരത്തിന് പോകേണ്ടത്. ഓക്കെ, ബൈ.